ദൈവത്തെ ആരാധിച്ച് ദൈവസേവയിൽ വ്യാപൃതരായിരുന്ന അനേകം ഭക്തന്മാർ സങ്കീർത്തനങ്ങളിൽ പാട്ടുകൾ പാടിയിരിക്കുന്നതായി നാം വായിക്കുന്നു. 34-ാം സങ്കീർത്തനം ദ പാത്ത് ഓഫ് സഫറിംഗ്, കഷ്ടതയുടെ പാത, കഷ്ടപ്പാടിന്റെ വഴി എന്നതാണ് ആ സങ്കീർത്തനത്തിന്റെ സാരം. കഷ്ടപ്പാടിന്റെ വഴിയിൽ ദ സീക്രട്ട്, ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കാം എന്നാഗ്രഹിക്കാം. ഒന്നാമത്, ലുക്ക് ടു ഹിം, അവനെ നോക്കുക. ആരെ? നമ്മളെ പാത നിരപ്പാക്കുന്ന, നല്ലതുപോലെയാക്കുന്ന, വ്യക്തമാക്കുന്ന, ഐശ്വര്യപൂർണമാക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവത്തെ നോക്കുക. 34-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. രണ്ടാമത് 34-ാം സങ്കീർത്തനം 7-9 വാക്യങ്ങളിൽ ഹിയർ ഹിം, അവനെ ഭയപ്പെടുക. ഒന്നാമത് ദൈവത്തെ നോക്കണം, രണ്ടാമത് അവനെ ഭയപ്പെടണം. 34-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ മൂന്നാമത്തെ കാര്യം ട്രസ്റ്റ് ഹിം, അവനെ ആശ്രയിക്കുക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തെ നോക്കി അവനിൽ ഭയമുള്ള ഒരു വിശ്വാസ ജീവിതം നയിച്ച് അവനിൽ നമ്മൾ ആശ്രയിച്ചാൽ അവനെ നമ്മൾ മഹത്വപ്പെടുത്തും. 2024-ൽ ദൈവത്തെ നോക്കിക്കണ്ട് അവനിൽ ആശ്രയം വെച്ച് നമ്മുടെ പാപത്തെ കുറിച്ച് അവനുമായുള്ള ബന്ധത്തിൽ അവനെ ഭയപ്പെട്ട് അവനെ പരിപൂർണമായി ആശ്രയിച്ച് അവനെ മഹത്വപ്പെടുത്തി ഈ വർഷം നമ്മൾ കടന്നു പോവുകയാണ്. 34-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 34-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഉണ്ടായിരിക്കും. വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ അതരങ്ങളിൽ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തേത്തുള്ളി എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ കർത്താവ് മഹാനാണ്, എന്റെ കർത്താവ് ഉന്നതനാണ്, എന്റെ കർത്താവ് ശ്രേഷ്ഠനാണ്, എന്റെ കർത്താവ് ശക്തനാണ്, അവനേക്കാൾ വലിയവൻ, അവനേക്കാൾ മഹിമ നിറഞ്ഞവൻ, അവനേക്കാൾ ഉന്നതൻ ആരുമില്ല. പ്രിയ ദൈവമക്കളെ, നാം അവനിലേക്ക് നോക്കി അവനിൽ ഭയപ്പെട്ട് സാധിച്ചു അവനിൽ ആശ്രയിച്ച് അവനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ അത് രഹസ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ രഹസ്യം എന്താണെന്ന് ആരെങ്കിലും ഏത് സമയം വിളിച്ചു ചോദിച്ചാലും നമ്മൾ പറയാം, ഞാൻ അവനെ നോക്കുകയാണ്, ഞാൻ അവനെ ഭയപ്പെടുകയാണ്, ഞാൻ അവനിൽ ആശ്രയിക്കുകയാണ്, ഞാൻ അവനെ പുകഴ്ത്തുകയാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ നാവിലെ തേൻതുള്ളി എന്റെ ദൈവത്തെ കുറിച്ചുള്ള പ്രശംസ മാത്രമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി അനുഗ്രഹപൂർണമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ള വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സീക്രട്ട് രഹസ്യം മാത്രമല്ല, ഒരു സ്കോപ്പ്, ഒരു പ്രതീക്ഷയും കൂടെ നമുക്കുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ രഹസ്യം മാത്രമല്ല, പിന്നെ ഒരു സ്കോപ്പ്, ഒരു പ്രതീക്ഷയും കൂടെ നമുക്കുണ്ട്. എ ലൈഫ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ആമേൻ. സർവ്വ രണ്ടുകൊണ്ട് മുഖംമൂടി, രണ്ടുകൊണ്ട് പാദമൂടി, രണ്ടുകൊണ്ട് പറഞ്ഞ് യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ മാലാഖമാരും വിശ്രമമില്ലാതെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമ്പോൾ അവന്റെ മക്കളായ നമ്മൾ ആരാധിച്ചനുഗ്രഹിക്കപ്പെടട്ടെ. അതുകൊണ്ട് 34-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ ഈ ലൈഫ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ ഒരു ജീവിതം നമുക്കുണ്ട്.
രണ്ടാമത് 34 സങ്കീർത്തനം 5-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ എ ലൈഫ് ഓഫ് ജോയ്, ആനന്ദത്താൽ നിറയപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ട്. ആരാധനയാൽ നിറയപ്പെട്ട ഒരു ജീവിതമുണ്ട്, ആനന്ദത്താൽ നിറയപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ട്. എന്നാൽ അതിന്റെ അവസാനം എ ലൈഫ് ഓഫ് സൗണ്ട്, അത് ആദായകരമായി ഫലകരമായി വളരെ ഉന്നതമായി നിലനിൽക്കുന്ന ഒന്നാണ്. അത് അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കും. പ്രിയ ദൈവമക്കളെ, ഒരാരാധന ജീവിതമുണ്ട്, ഒരാനന്ദ ജീവിതമുണ്ട്. അത് മാത്രമല്ല, ഒരു അതിജീവനത്തിന്റേതായ, ഒരു വിജയത്തിന്റേതായ, ഒരു ഉജ്ജ്വല അനുഗ്രഹത്തിന്റേതായ ഒരു ജീവിതം നമുക്കുണ്ട്. മറക്കരുത്, 2024 നമ്മുടെ ലൈഫ് സീക്രട്ട് നമ്പർ 1 ലുക്ക് ടു ഹിം, അവനെ നോക്കുക. നമ്പർ 2 ഫിയർ ഹിം, അവനെ ഭയപ്പെടുക. നമ്പർ 3 ട്രസ്റ്റ് ഹിം, അവനെ ആശ്രയിക്കുക. നമ്പർ 4 പ്രൈസ് ഹിം, അവനെ പുകഴ്ത്തുക. അങ്ങനെയെങ്കിൽ ആ രഹസ്യ ജീവിതത്തിൽ ഒരു സ്കോപ്പുണ്ട്. എ ലൈഫ് ഓഫ് വർഷിപ്പ്, എ ലൈഫ് ഓഫ് ജോയ്, എ ലൈഫ് ഓഫ് സൗണ്ടറിംഗ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി അതിശ്രേഷ്ഠകരമായ അനുഭവ അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ രക്ഷകനായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം പാടുവാനോ പ്രാർത്ഥിക്കുവാനോ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാനോ ഉള്ള സമയമായി നമ്മൾ ഈ സമയത്തെ വേർതിരിച്ചുകൊണ്ട് 2025 നമ്മൾ അടുത്തൊരു സങ്കീർത്തനത്തിലൂടെ പ്രവേശിക്കും. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. വരുവാനുള്ള വർഷം ഇതിനേക്കാൾ അനുഗ്രഹപൂർണമായി തീരുവാൻ പരിശുദ്ധ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. 37ാമത്തെ സങ്കീർത്തനം, ദ പാത്ത് ഓഫ് ട്രസ്റ്റ്, ആശ്രയത്തിന്റെ പാത. 2025 നമ്മുടെ ജീവിതം എല്ലാ നിലയിലും നിലവാരത്തിലും ധന്യമായി തീരുവാൻ നമ്മുടെ പാത ദൈവാശ്രയത്തിൽ അധിഷ്ഠിതമായിരിക്കണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 2024 പാത പ്രയാസപൂരിതമായിരുന്നുവെങ്കിൽ 2025 പാത അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തീരുവാൻ കർത്താവ് തന്നെ കൃപയാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആശ്രയത്തിലൂടെ നമ്മുടെ പാത മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നാമത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് സ്റ്റിൽനെസ് ആണ്. പ്രതിഷേധിക്കാതെ ഇരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 2025 നമ്മൾ ആരോടും പ്രതിഷേധിക്കാതിരിക്കുക, ആരോടും വഴക്കിടാതിരിക്കുക, ആരോടും അലങ്കോലം ആയ ഒരു അനുഭവത്തിലേക്ക് പോകാതിരിക്കുക. കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുക. സ്റ്റിൽനെസ് ലൈഫ്, അലങ്കോലമില്ലാത്ത, പ്രതിഷേധമില്ലാത്ത, പ്രകോപനമില്ലാത്ത ഒരു ജീവിതം. 37ാം സങ്കീർത്തനം 1-7 വാക്യങ്ങളിൽ ഇതിന്റെ സൂചനകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രണ്ടാമത് സ്റ്റെബിലിറ്റി, സ്ഥിരതയാവുന്ന ഒരു ജീവിതം നമുക്ക് വേണം. 37ാം സങ്കീർത്തനത്തിന്റെ 8ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രതിഷേധിക്കാതെ, പ്രകോപനമുണ്ടാക്കാതെ, പ്രതിഷേധത്തിലൂടെ നമ്മുടെ ജീവിതം താഴോട്ട് നിലവാരം കുറഞ്ഞ് പോകാതെ സൂക്ഷിക്കുവാൻ നമുക്ക് എന്ത് വേണം? സ്റ്റെബിലിറ്റി വേണം, സ്ഥിരത വേണം. എന്നും ഒരു സമയം മാത്രമല്ല, ഒരിക്കലും പ്രകോപനം ഉണ്ടാകാതിരിക്കട്ടെ. 2025 ആരോട് നമ്മൾ പ്രതിഷേധാത്മകമായി
നമ്മുടെ മനസ്സിന്റെ നില തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. 37 സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി നമുക്കുണ്ടാകണം. പ്രിയ ദൈവമക്കളെ, ഈ കടന്നു പോകുന്ന വർഷം സംതൃപ്തിയിൽ നാം പരാജിതരാണ്. ഞാനും അതിൽ പങ്കാളിയാണ്. ഒട്ടും മിക്ക കാര്യങ്ങളിലും സംതൃപ്തിപ്പെടാൻ കഴിയാതെ പോയി. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വർഷം ഇനി കാണാൻ ആഗ്രഹിക്കാത്തവനാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എന്നോട് നിങ്ങളിൽ പലരും ചേരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ആരുമിൽ അന്യരല്ല. ഒരുപക്ഷെ നമ്മുടെ ഈ ആയുസ് ഇവിടം വരെ എത്തിയതിൽ ഏതാണ്ട് അറിവ്, തിരിച്ചറിവ്, നന്മയും തിന്മയും തിരിച്ചറിയുവാൻ, തെറ്റിശരിയും തിരിച്ചറിയുവാൻ, വലിപ്പവും ചെറുപ്പവും കണ്ട് തിരിച്ചറിയുവാനുള്ള ഒരവസ്ഥയിൽ നമ്മൾ പ്രായസംബന്ധമായി വളർന്നതിന് ശേഷം 2024 പോലത്തെ ഒരു വർഷം ഉണ്ടായിട്ടില്ല എന്ന് എന്നെ പോലെ നിങ്ങൾക്കും വിശ്വസിക്കുവാൻ തരമുണ്ടാകും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 2025 അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഒരു സംതൃപ്തി ഉണ്ടാകും. ഒരു ഭാഗത്ത് ബൈബിളിൽ പറയുന്നു, ഉന്മാനുണ്ടെങ്കിൽ മതിയെന്ന് വെപ്പി. ഈ കഴിഞ്ഞ വർഷം, ഈ കഴിഞ്ഞു പോകുന്ന വർഷം, നമ്മുടെ ഈ സ്റ്റാൻഡിങ്, ഈ നിൽക്കുന്ന വർഷം അങ്ങനെ ഉണ്ണുവാനും മുടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുവാൻ കഴിയാതെ പോയി. കാരണം സാഹചര്യം എല്ലാം കൊണ്ടും പ്രതികൂലമായിട്ടുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നിങ്ങൾ ഇന്നലെ ന്യൂസ് കണ്ടെങ്കിൽ, നമ്മുടെ രാജ്യാന്തര ന്യൂസ് അല്ല, വിദേശ ന്യൂസ് കണ്ടെങ്കിൽ, ആഫ്രിക്കയിൽ കോങ്കോ എന്ന് പറയുന്ന രാജ്യം ക്രിസ്തീയ വിശ്വാസത്തിൽ അതിശക്തന്മാരാണ്, വളരെ പാവങ്ങളാണ്. യേശുവിനെ അവർക്ക് വേണം. പേരെടുത്ത് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര വഷളത്വം അവരുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർ പള്ളിയിൽ കയറി പട്ടക്കാരനെയും വിശ്വാസികളെയും ആരാധന നടക്കുമ്പോൾ കൊന്നു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിലും ആ പേരുണ്ട്, ഒരു തീവ്രവാദ ഗ്രൂപ്പ്. ഇന്നലെ നടന്ന സംഭവമാണ്. ആരാധന നടക്കുമ്പോൾ പള്ളിയിൽ കയറി പട്ടക്കാരനെ വെട്ടിക്കൊല്ലുന്നു, വിശ്വാസികളെ വെട്ടിക്കൊല്ലുന്നു. ആ വിശ്വാസികളെ കണ്ടാൽ നമ്മുടെ കണ്ണിൽ കൂടി ചോര വന്നു പോകും. കാരണം അത്രമാത്രം നിരാലംബരായി, ഉണ്മാനും ഉടുപ്പാനും ഒരു വസ്ത്രം മാറി ധരിപ്പാൻ പോലും വകയില്ലാത്തവർ. ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ ഓർക്കുകയായിരുന്നു, നമ്മുടെ നാട്ടിലായിരുന്നുവെങ്കിൽ പ്രതികരണം എത്ര ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 2037 ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാകണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഭയങ്കരമാണ്. 37-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ 2025 ഒരു സംതൃപ്തിയുടെ വർഷം. അത് മാത്രമല്ല, ഒന്നാമത് ഒരു സ്റ്റിൽനെസ്, പ്രതിഷേധിക്കാത്ത ഒരു മനസ്സ്. രണ്ടാമത് സ്റ്റെബിലിറ്റി, സ്ഥിരതയാത്ത ഒരു മനസ്സ്. മൂന്നാമത് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയടയുന്ന ഒരു മനസ്സ്. നാലാമത് ഒരു സറണ്ടർ മൈൻഡ് നമുക്ക് വേണം. ഒരു കീഴ്പ്പെടുന്ന, നമ്മളെ സമർപ്പിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ആവശ്യം. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ വെച്ച് സറണ്ടർ ചെയ്യണം. കർത്താവ് പറഞ്ഞില്ലേ, പ്രതിയോഗിയോടുകൂടെ വഴിയിൽ വെച്ച് നിരന്നു പണി. അത് ഭരണതലത്തിലാകട്ടെ, അല്ല പൊളിറ്റിക്കൽ തലത്തിലാകട്ടെ, അല്ല ബന്ധങ്ങളിലാകട്ടെ, അല്ല സുഹൃവലയങ്ങളിലാകട്ടെ, അതുമല്ല ആത്മീയ പശ്ചാത്തലത്തിലാകട്ടെ, നമ്മൾ ആരോടും അതിപ്രസരത്തിലേക്ക് പോകാതിരിക്കുവാൻ 2025 നമുക്ക് നമ്മുടെ മനസ്സ് ഒരു സറണ്ടറിൽ എത്തിച്ചേരണം. സബ്മിറ്റ് ചെയ്യണം, സമർപ്പിക്കണം.
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും സമയത്തെ കുറിച്ച് നോക്കിയാൽ ടൈം ഓഫ് ഡിസ്കറേജ്മെന്റ്, നിരുത്സാഹപ്പെടുത്തുന്ന സമയം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരും. 37-ാം സങ്കീർത്തന 13-ാം വാക്യത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന സമയം. ഏത് രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയാലും കൊല്ലുന്നതിനെ നിമിഷങ്ങൾക്കകം നിരുത്സാഹപ്പെടുത്തും നമ്മളെ. അത് കുടുംബത്തിൽ നിന്നാകട്ടെ, കുടുംബത്തിന് പുറത്തു നിന്നാകട്ടെ, സമൂഹത്തിൽ നിന്നാകട്ടെ, എവിടെ നിന്നാകട്ടെ, നമ്മൾ പതറിപ്പോകരുത്. എന്റെ ദർശനം ശരിയെങ്കിൽ 2025 ടൈം ഓഫ് ഡിസ്കറേജ്മെന്റ്, നിരുത്സാഹപ്പെടുത്തുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഇടവിട്ട് കയറി വരുവാനുള്ള സാധ്യത ഞാൻ കാണുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കള്, അത് മാത്രമാണോ ദുരിതപൂർണമായ സമയം? നമ്മൾ പലപ്പോഴും അറിയാതെ പറയും ദുരിതപൂർണമായ സമയമാണ്. ഒരു വിപത്തിൽ പോയി പെട്ടാൽ, കുടുംബം ഒരനർത്ഥത്തിൽ പെട്ടാൽ, ആരെങ്കിലും ഒരു അപകടത്തിൽ പെട്ടാൽ നമ്മൾ അപ്പോൾ പറയും ദുരിതപൂർണമായ സഹിക്കാനാവാത്ത ഒരു സമയം. ആ സമയത്ത് ഞാൻ അടിപൊളി പതറിപ്പോയി. പ്രിയ ദൈവമക്കളെ, 2025 അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുമോ? പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം ഓഫ് ഡിഫീറ്റ്, നമ്മുടെ ജീവിതത്തിൽ എതിർക്കപ്പെടുന്ന അനുഭവം ഉണ്ടായിരുന്നു. അത് സ്വന്തക്കാരിൽ നിന്നാകട്ടെ, അടുത്ത ചർച്ചക്കാരിൽ നിന്നാകട്ടെ, അല്ല അകന്ന ആരിൽ നിന്നോ ആകാം. അങ്ങനെ ഉണ്ടായാലും നാം പതറിപ്പോകരുതെന്ന് ഞാനൊരു മുന്നറിയിപ്പായി നിങ്ങളോട് പറയുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നിരുത്സാഹപ്പെടുത്തുന്ന സമയമുണ്ടാകാം, ദുരിതപൂർണമായ സമയമുണ്ടാകാം, എതിർക്കുന്ന സമയമുണ്ടാകാം. എന്നാൽ അവിടെയെല്ലാം നീ ആരായിരിക്കണം? ട്രസ്റ്റിംഗ് ഗോഡ്, ദൈവത്തെ ആശ്രയിക്കുന്നവരായിരിക്കണം. ഏതവസ്ഥയിലും നമ്മൾ നിലകൊള്ളണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. 37-ാം സങ്കീർത്തനം 3-ാം വാക്യം, യഹോവയിൽ വിശ്വസിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാമെന്നാണ്. ചെയ്താൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഡിപ്പെൻഡ് ചെയ്യണം, അവനെ ആശ്രയിക്കണം. നമ്മളുടെ വീട്ടുകാരെ കുറിച്ച് അങ്ങനെ പറയാൻ ഇടവരട്ടെ, നമ്മുടെ കുടുംബത്തെ കുറിച്ച് അങ്ങനെ പറയാൻ ഇടവരട്ടെ, നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് അങ്ങനെ പറയാൻ ഇടവരട്ടെ. ഹീസ് ഡിപ്പെൻസി, അവന്റെ ആശ്രയം ട്രസ്റ്റിംഗ് ഗോഡ്, അത് ദൈവത്തിലാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. പ്രിയ ദൈവമക്കളെ, 37-ാം സങ്കീർത്തനം 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കുന്നു. യഹോവ ന്യായപ്രിയനാകുന്നു, തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു, ദുഷ്ടന്മാരുടെ സന്തതികൾ ഛേദിക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, 2025 ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായിരിക്കും. ഹീസ് ഡെസ്റ്റിനി, അവന്റെ അനുഗ്രഹം, നമ്മുടെ അനുഗ്രഹം, അത് പ്രിയ മനോഹരമാണ്. പ്രിയ ദൈവമക്കളെ, അതിന് 26-ാം വാക്യം, അവൻ നിത്യ കൃപാലുമായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ അടുത്ത തലമുറ
ശാപഗ്രസ്തരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുവാൻ നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകും, അതത്ര സുഖകരമല്ല. എന്നാൽ നമുക്ക് ശേഷിക്കുന്ന നമ്മുടെ സന്തതികൾ അവർക്ക് നമ്മളെക്കാൾ മെച്ചമായ ഒരു കാലം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കട്ടെ. പ്രിയ യുവമക്കളെ, നമ്മുടെ കുടുംബം 2025 ഒരു നല്ല അനുഗ്രഹത്തിന്റെ അവസ്ഥയിൽ, നല്ല പുരോഗതിയുടെ അവസ്ഥയിൽ ആയിത്തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമോ? പ്രിയ ദൈവമക്കളെ, അത് മാത്രമാണോ അവന്റെ പിന്തുടർച്ച? ആ പിന്തുടർച്ച നന്നായി പോകണം എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ തീരുമാനിക്കുമോ ദൈവമക്കളെ? അങ്ങനെയെങ്കിൽ അവസാനം ഒരു മാർഗദർശനം നമുക്കുണ്ടാകും. From God, from heaven. ആമേൻ. ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും നല്ലൊരു മാർഗദർശനം. നീ ഇതിലെ പോവുക, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കാണുകയും നേരെ മുകളിൽ ഒരു ഡയറക്ഷൻ, ഒരു മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തിയെ നമ്മൾ കാണും. ഈ ഒരു ദർശനം 2025 നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിയുടെ നാഴികക്കല്ലായി മാറുവാൻ നമ്മൾ ആഗ്രഹിക്കുമോ? നമ്മുടെ ആശ്രയം, നമ്മുടെ അനുഗ്രഹം, നമ്മുടെ പിന്തുടർച്ച, നമ്മുടെ മാർഗദർശനം എല്ലാം ലക്ഷ്യപ്രാപ്തിക്ക് അനുസൃതമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചെയ്താൽ മതി, ഒന്ന് സമർപ്പിച്ചാൽ മതി. അതുകൊണ്ട് ഈ 2024 പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 25ലേക്ക് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറുവാൻ ഒന്ന് സമർപ്പിക്കുക, ഒന്ന് പ്രതിഷ്ഠിക്കുക, ഒരു പുനഃക്രമീകരണം നടത്തുക. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അതിനുവേണ്ടി തയ്യാറാണ്. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന കേൾവിക്കാരും അതിനോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.